ഇതാണല്ലേ നമ്മളെ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്. ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ കൊണ്ട് വെച്ചതേ ഓർമ്മയുള്ളൂ, പാത്രം കാലിയായ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഗുഡ്. ഏതാണ് ആ റെസിപ്പി എന്നല്ലേ? വേറെ ഒന്നുമല്ലടോ, നമ്മളെ മോഹൻലാൽ വൈറലാക്കിയിട്ടുള്ള ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പഴവും ഐസ്ക്രീമും വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോഴാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് പഴുത്തതും തീരെ പഴുക്കാത്തതും അല്ലാത്ത ഒരു മീഡിയം പഴുപ്പത്തിയ പഴം എടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നെയ്യിൽ ഇതൊന്നങ്ങ് വാട്ടിയെടുക്കുന്നുണ്ട്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങയും ചീകി എടുത്തിട്ടുള്ള ശർക്കരയും കുറച്ച് സിനമൺ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ശർക്കര മുഴുവൻ മെൽട്ടായിട്ട് വരുന്ന സമയം വരെ ഇതൊന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഇതുപോലെ. ഇനി ഇത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടാറിയാൽ ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ഒരു സ്കൂപ്പും ചെറിയൊരു സ്കൂപ്പും ഐസ്ക്രീം ഇടുന്നുണ്ട്. ഇനി ഇത് ആ ഒരു ഐസ്ക്രീമും പഴമൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കിയാൽ അടിപൊളിയാണ്. ഉന്നക്കായിലുള്ള പഴമല്ലാതെ വേറെ എങ്ങനെയൊക്കെ പഴം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കാത്ത സെനു അടക്കം ഇതുപോലെ പാത്രം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്.